നടക്കുന്ന ഓർമ്മകളാണ്. നമ്മൾ പോലും അതൊരു ഉൾക്കിടലത്തോടെയാണ് എപ്പോഴും കേട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ലൈവത്തോണിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അല്ലെ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊരു ഉത്തരം നൽകാൻ ഒരു പക്ഷേ ജില്ലാ ഭരണകൂടത്തിന് കഴിയും. സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തികൾ എവിടെ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ ആദ്യം ആ ചോദ്യം പോകുന്നത് ജില്ലാ ഭരണകൂടത്തിലേക്കാണ്, കളക്ടറിലേക്കാണ്. അപ്പൊ കളക്ടർക്ക് എന്ത് പറയാനുണ്ട് നമ്മുടെ ലൈവത്തോണിൽ നിന്നാണ് ഇനി നമ്മൾ പോകുന്നത്. മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഒരു വർഷം ആവുന്നൊരു ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം നൽകുകയാണ് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ. ഈ ഒരു വർഷമായിട്ട് നമ്മൾ താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്ഥിരം സംവിധാനങ്ങളെ കുറിച്ചുള്ള നടക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ താൽക്കാലികമായി നടക്കുന്നത്? നമ്മുടെ സ്ഥിരം പുനരധിവാസം എപ്പോഴാണ് യാഥാർത്ഥ്യമാവുക? 402 ആണ് ബെനിഫിഷ്യറീസ് നേരിട്ട് ദുരന്ത ബാധിതരും, അതല്ലാതെ 48 റെക്കമെൻഡേഷൻസും ഉണ്ട്. സോ അവർക്ക് എല്ലാവർക്കും നമ്മൾ ഈ ഒരു കൊല്ലം ആവാൻ പോകുന്നുണ്ട് ദുരന്തത്തിൻ്റെ. സോ നമ്മൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഓരോരാളുടെ വീട്ടിലേക്ക് നമ്മൾ ഹോം വിസിറ്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്തിലെ എല്ലാവർക്കും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായിട്ട് കിട്ടുന്നുണ്ടോ എന്താണ് നമുക്ക് മനസ്സിലായതും. അതിലെ വാടക ഉണ്ട്, വാടക സമയബന്ധിതമായിട്ട് കിട്ടുന്നുണ്ട്. 6000 റുപ്പീസാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതും. അതുപോലെ തന്നെ ലൈവ്ലിഹുഡ് അസിസ്റ്റൻസ് ആണ് 300 രൂപ ഒരാളിനെ. അതുപോലെ 2 അഡൾട്ട്സ് ഉണ്ടെങ്കിൽ 2 ആൾക്കാരിനെ, ഒരു കടുപ്പ് രോഗി ഉണ്ടെങ്കിൽ 3 ആൾക്കാരിനെ, അത് അവർക്ക് സമയബന്ധിതമായിട്ട് കിട്ടുന്നുണ്ട്. അതല്ലാതെ 1000 രൂപയുടെ ഫുഡ് കൂപ്പൺസും എല്ലാ മാസം അവർക്ക് കിട്ടുന്നുണ്ട്. ദെൻ വാതിൽപ്പടിയിലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓരോരോ ഫാമിലിനും ഒരു മെൻറ്ററായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെൻറ്റർമാരും അവരെ എല്ലാവരും സന്ദർശിക്കുന്നുണ്ട്, ദെൻ അഗൈൻ അന്വേഷിക്കുന്നുണ്ട്. മറ്റുള്ള ആദ്യം തുടക്കത്തിൽ നമ്മൾ കൊടുത്ത വാടക വീട് പോകുന്ന സമയത്തിൽ കിട്ടിയ ആനുകൂല്യങ്ങളും ഫുഡ് സപ്പോർട്ട് കിട്ടും. ദെൻ ബാക്ക് ടു ഹോം കിറ്റ്സും, കുട്ടികൾക്കും സ്കൂളിൽ എത്താനുള്ള സഹായങ്ങളും ബാക്ക് ടു സ്കൂൾ കിറ്റ്സും എല്ലാം കിട്ടി അവർ ഏകവിധ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ എഫേർട്സ് കൊണ്ട്. ഭവന നിർമ്മാണത്തിന്റെ ടൗൺഷിപ്പിൽ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു, അതിന്റെ നിർമ്മാണം തുടങ്ങി കഴിഞ്ഞു. എപ്പോഴാണ് അത് പൂർത്തിയാകുന്നത് നമ്മൾ നിലവിൽ കരുതുന്നത്? അത് ഡിസംബർ 31 നമുക്ക് ഗവൺമെൻറ് തന്നിരിക്കുന്ന ഫൈനൽ ഡേറ്റ്. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജില്ലാ ലെവലിലെ കോർഡിനേഷൻ കമ്മിറ്റി നമ്മൾ എല്ലാ 15 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു തവണ കൂടുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് അതിലെല്ലാ വകുപ്പിൻ്റെ KCB വകുപ്പ് വേണ്ടി വരൂ, മറ്റുള്ള PWD വേണ്ടി വരൂ, അഗെയിൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വേണ്ടി വരൂ, ക്ലിയറൻസസിന് വേണ്ടി. സോ നമ്മൾ എല്ലാ സമയബന്ധിതമായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ULCC അതേ വേഗത്തിലെ വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ മാതൃകാപരമായ വീട് എക്സെപ്റ്റ് ഫോർ എക്സ്റ്റീരിയർ പെയിൻറ്റിങ് മറ്റുള്ള കാര്യങ്ങൾ ഏകദേശം ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ജൂലൈ 30 അവർ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ ഡിസംബർ 31 ബാക്കിയുള്ള എല്ലാ വീടുകളും 410 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. അതും കൂടി പൂർത്തീകരിക്കും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. വീട് നിർമ്മാണം വൈകി എന്നൊരു പരാതിയുണ്ട്. അത് സ്വാഭാവികമായ നടപടികളുടെ വൈകലാണോ? എന്താണ്? ഡെഫിനറ്റ്ലി അത് നമ്മൾ ആദ്യം സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ, ക്യാമ്പ് മാനേജ്മെൻറ്റ്, സ്കൂൾ തുറക്കുന്നതും അങ്ങനെ ചെയ്യുന്ന ആ സമയത്തിൽ തന്നെ ഒരു ടീം നമുക്ക് വയനാട്ടിലെ ഭൂമി കണ്ടെത്തുന്ന ഒരു ശ്രമത്തിലായിരുന്നു. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ അങ്ങനെ ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള ഭൂമി ഡിപ്പാർട്ട്മെൻറ്റിനടുത്ത് ഇല്ല. എല്ലാം നമുക്ക് ലാൻഡ് ഇഷ്യൂസ് ഉള്ളതും നമ്മളെ തർക്കമുള്ളത് ഭൂമി ആയതുകൊണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ടീം തന്നെ ഇതിനു വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9-10 ലാൻഡ്സാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അഗെയിൻ അത് ഡിസാസ്റ്റർ റെസിലിയൻ്റ് ആയിട്ടുള്ള ഭൂമിയാണ്. അതിൻ്റെ ജോൺ മത്തായി സ്പെഷ്യൽ ടീം വന്നു, അതവർ സന്ദർശിച്ചു. അതിൻ്റെ ഒരു 5 ഭൂമികൾ നമ്മൾ ക്യാബിനറ്റിന് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബിനറ്റിലെ തീരുമാനം എടുത്താണ് നമ്മൾ എൽസ്റ്റോണും പിന്നെ നെടുമ്പാല ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമിയായിട്ട് നമ്മൾ കണ്ടെത്തിയതും. ദെൻ അപ്പോഴത്തേക്ക് നമ്മൾ ഫൈനൽസ് ബെനിഫിഷ്യറി ലിസ്റ്റ് ഫൈനലാക്കുമ്പോൾ നമുക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റ് തത്കാലം മതിയാവും എന്നാണ് നമ്മൾ മുന്നോട്ട് പോയതും. ഈ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മൾ എവിടെയും ഡിലേ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ദെൻ അഗെയിൻ ഏറ്റവും വേഗത്തിലാണ് നമുക്ക് ഗവൺമെൻറ് ജിയോ ഇറക്കുന്നതും. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലേക്ക് നമുക്ക് പോകേണ്ടി വന്നു, കോടതി വ്യവഹാരത്തേക്ക് നമുക്ക് പോകേണ്ടി വന്നു. അപ്പോൾ കോടതിയിൽ നിന്നും ഗ്രീൻ സിഗ്നൽ കിട്ടുന്ന സമയത്തിൽ നമ്മൾ ബാക്കിയുള്ള ഗ്രൗണ്ട് വർക്ക്സ് ULCSCSനും ഏറ്റെടുക്കുന്നതും, അഗെയിൻ കിഫ്കോന്നിനെ ഏജൻസിയായിട്ട് ഏറ്റെടുക്കുന്നതും, ക്യാബിനറ്റ് ഡിസിഷൻസ്, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതും, അഗെയിൻ ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ, സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുറേ നിയമ നടപടികൾ ആവശ്യമുണ്ട്. മറ്റൊരു പ്രൈവറ്റ് ഭൂമി പോലെയല്ല. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ഭൂമി പട്ടനെ പൈസ കൊടുത്തിട്ട് വാങ്ങാമല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ സർവേ നടക്കണം. ഹൈഡ്രോളജിക്കൽ സർവേ, ടോപ്പോഗ്രഫിക്കൽ സർവേ, സോയിൽ സർവേ, അവിടുത്തെ മരങ്ങളുടെ എണ്ണം, ഈ എല്ലാ ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വൈകിട്ട് ഒരു 7 o'clock ആകുമ്പോഴത്തേക്കാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയതും.
അതേ ദിവസം 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞും അടുത്ത ദിവസം നമ്മൾ വർക്കും തുടങ്ങി. വളരെ വേഗത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നതും അതിൻ്റെ റിസൾട്ട്സാണ് നമ്മൾ മോഡൽ ഹൗസ് കംപ്ലീറ്റ് ചെയ്തതും. അപ്പോൾ ഡിസംബർ 31-നകം ബാക്കിയുള്ള വീടുകളും കംപ്ലീറ്റ് ചെയ്യും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. ബെനിഫിഷ്യറീസ് ഇനിയും വരാനുണ്ടോ? കാരണം ചില ആൾക്കാർ ഇനിയും വന്നിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഈ പാടി താമസിച്ച ആൾക്കാർ, അങ്ങനെയുള്ള പടവട്ടിക്കുന്നിലെ ആൾക്കാരൊക്കെ. നമുക്ക് ദുരന്തത്തിലെ 3 ലിസ്റ്റാണ് ഉള്ളത്. ഫേസ് 1, 2A, 2B. ഫേസ് 1 ലിസ്റ്റ് പറയുമ്പോൾ നേരിട്ട് ദുരന്തത്തിലെ പറ്റ ആൾക്കാരാണ്. അതിലെ ഫുള്ളി വാഷ്ഡ് അവേ, ഫുള്ളി ഡാമേജ്ഡ്, പാർഷ്യലി ഡാമേജ്ഡ്, ഇതാണ് ഫേസ് 1 ലിസ്റ്റ്. ദെൻ അഗൈൻ രണ്ടാമത്തെ ലിസ്റ്റ് വരുമ്പോൾ അവരുടെ വീടിന് ഒന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല, പക്ഷെ അവർ നോഗോ സോണിലാണ് വരുന്നത്. മൂന്നാമത്തെ ലിസ്റ്റ് നോഗോ സോണിൽ നിന്നും 50 മീറ്ററിനകം ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളാണ്. ഇതുപോലെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിൽ നമ്മൾ കാണാൻ സാധിക്കുന്നതും. ഇതൊരു സയൻറ്റിഫിക്കലി ഡ്രിവൻ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. അതിലെ നമ്മൾ നേരിട്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യും, അഗെയിൻ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന മുമ്പേ നമ്മൾ DDMA വെക്കും. DDMA അംഗീകരിച്ച ഡ്രാഫ്റ്റ് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. ദെൻ അഗെയിൻ പരാതികൾ ഉണ്ടെങ്കിൽ ഓരോരാളിനെ ഇവിടെ നേരിട്ട് നമ്മൾ കേട്ടും വീണ്ടും സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്ത് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ലിസ്റ്റ് ഇറക്കുന്നതും. ഇത്രയും മെത്തഡോളജിക്കലി നമ്മൾ ചെയ്ത കാര്യമാണ്. ദെൻ അഗെയിൻ സ്വാഭാവികമായിട്ട് കുറേ ആൾക്കാർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന പരാതി ആദ്യം മുതൽ നമുക്ക് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും DDMA അംഗീകരിച്ച ലിസ്റ്റിലെ പരാതി ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കുന്നതും ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനടുത്താണ്. അപ്പോൾ ഗവൺമെൻറ് അപ്പീൽ സ്വീകരിച്ചു, അതിൻ്റെ ഹിയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. അത് അടിസ്ഥാനത്തിൽ ഇനി എന്തെങ്കിലും ആൾക്കാരിനെ ഉൾപ്പെടുത്താൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് നിശ്ചയിക്കുന്നതാണ്. പക്ഷേ DDMA 48 ആൾക്കാരുടെ റെക്കമെൻഡേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 ലിസ്റ്റിലെ പെടാത്ത ആൾക്കാരുടെ 48 ആൾക്കാരുടെ അതിൻ്റെ അംഗീകാരം ഇതിൻ്റെ കൂട്ടത്തിലെ വരൂ എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. 2 കൂട്ടർ, ഒന്ന് ആരോഗ്യം ചികിത്സ നടത്തുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ കച്ചവടക്കാർ, അവർ രണ്ടാണ് ഇപ്പോഴൊന്നും കിട്ടില്ല എന്ന് പറയുന്നത്. അത് നമ്മുടെ ലിസ്റ്റിലുള്ളതാണ്. എന്താണ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി ഉജ്ജീവനം സ്കീം എന്താണ് ഗവൺമെൻറ് പറയുന്നതും അതിൻ്റെ ഗവൺമെൻറ് ഓർഡർ വരുന്നതേ ഉള്ളൂ. അഗൈൻ അവിടെ ഉള്ള ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള കണക്ക് നമ്മളെടുത്തുകൊണ്ട് ഏകദേശം ഒരു 84 to 92 ആൾക്കാരാണ് കച്ചവട റെൻറ്റഡ് ഫെസിലിറ്റിയിലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് വരുന്ന ആൾക്കാരും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശനം അനുസരിച്ചിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പക്ഷേ നമ്മളടുത്ത് ബാക്കിയുള്ള ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് ഹെൽത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഓരോരാളിനും കൃത്യമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുരന്തബാധിതരായിട്ടുള്ള ഒരാൾ കൽപ്പറ്റയിൽ താമസിക്കുകയാണെങ്കിൽ GH കൽപ്പറ്റയിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും സൗജന്യമാണ്. OP ടിക്കറ്റും കൂടി ചിലപ്പോൾ മേടിക്കാറില്ല. അത്രയും നല്ല രീതിയിലാണ് സൗകര്യങ്ങൾ കിട്ടുന്നത്. ചില ആൾക്കാരും പ്രൈവറ്റിലോട്ടും അവർ സർവീസസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത്രയോ ആൾക്കാരുടെ ബിൽസ് നമുക്ക് കിട്ടി. അവർ ജസ്റ്റ് ഒരു അപേക്ഷ കൊടുത്തു, എനിക്ക് ഇങ്ങനെ ചികിത്സാ സൗകര്യം കിട്ടണം. സോ അങ്ങനെ കിട്ടിയ അവരെ നമ്മൾ വിളിച്ചു വരുത്തി അവരുടെ ഡീറ്റെയിൽസൊക്കെ മേടിച്ചു, ബിൽസൊക്കെ മേടിച്ചു. അതിൻ്റെ അമുഖമായിട്ടുള്ള ഒരു മെഡിക്കൽ ബോർഡ് കൂടി ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ DMOനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബിൽസ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യും. ഇനി അടുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ സെറ്റിൽ ചെയ്യും. ലാസ്റ്റ് ഒരു കാര്യം കൂടി, നമ്മൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വരുന്നത്. അപ്പോൾ റോഡ് ഇപ്പോഴും പഴയ അവസ്ഥയില്ല, കുറച്ചൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ റോഡ് വർക്ക് എന്തെങ്കിലും പെൻഡിങ് ആവുന്നതിന് പ്രശ്നമുണ്ടോ? അതിലേക്കുള്ള വഴി മേപ്പാടിയിൽ നിന്ന് തന്നെ ചുരമലയിലേക്കുള്ള റോഡ്, മേപ്പാടിയിൽ നിന്നും ചുരൽമലയിലേക്ക് പോകുന്ന റോഡ്. പല റോഡുകളും ആ ചുരൽമല മുണ്ടക്കൈ ഭാഗത്തിലുള്ള പല റോഡുകളും പല വർക്ക്സിൻ്റെ സാസ്കി ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ സാങ്ഷനും കൂടി കിട്ടി ഓഗസ്റ്റ് 30-നകം ടെൻഡർ ചെയ്യണം എന്നാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ ഹൈ ലെവൽ മീറ്റിംഗിൽ നിശ്ചയിച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. എന്തായാലും കഴിയുന്ന എല്ലാ വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ സർക്കാരിൻ്റെ ഉത്തരവ് അനുമതി ലഭിക്കുന്ന അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇതുവരെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ കളക്ടർ മേഘശ്രീ നമ്മോട് പറയുന്നത്.